വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജുലേൺ. ഹിന്ദി എജുലേണിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ പാഠഭാഗം 2 ഭാഗങ്ങളിലായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए. यहाँ लेखिका का कौन सा मनोभाव प्रकट होता है? ഞാൻ 20 രൂപ പുറത്തെടുത്ത് അയാൾക്കു നേരെ നീട്ടി. ഇവിടെ ലേഖികയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക? അസ്പതാൽ മേ ഖതാർ മേ ഖടെ അസഹായി ആദ്മിക്കോ, ഹോസ്പിറ്റലിലെ വരിയിൽ നിൽക്കുന്ന അസഹായനായ ആദ്മിക്ക്, മനുഷ്യന് 20 रुपये देकर 20 രൂപ കൊടുത്തിട്ട് ഉസ്കി മദദ് കർണേസെ, അയാളെ സഹായിച്ചതിനാൽ പിന്നെ സഹജീവോं के प्रति लेखिका की जो सहानुभूति है वह प्रकट होती है. തൻ്റെ സഹജീവികളോടുള്ള കരുണയും സഹാനുഭൂതിയുമാണ് ലേഖിക ഇവിടെ പ്രകടമാക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നഹീം വഹ് 20 ही रुपये नहीं थे, इससे आपने क्या समझा? അല്ല, അത് കേവലം ഒരു 20 രൂപ മാത്രമായിരുന്നില്ല. ഇസ്സെ ആപ്നെ ക്യാ സമച്ച, ഇതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? വെറും ഒരു 20 രൂപയല്ല ഇത് എന്ന് അയാൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? 20 रुपये न होने की वजह से आदमी को अस्पताल की कतार में परेशान होना पड़ा. 20 രൂപ ഇല്ലാത്ത കാരണത്താൽ ആ മനുഷ്യന് ഹോസ്പിറ്റൽ വരിയിൽ നിൽക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ സമയത്ത് ലേഖികാനെ ലേഖ ഉസ്കി ഓർ 20 रुपये നിഖാൽ കർ ബെഡാ ദിയെ, 20 രൂപ എടുത്ത് നീട്ടി. ലേക്കിൻ എന്നാൽ ആദ്മിക്ക് ആ മനുഷ്യന് വഹ് 20 रुपये, ആ 20 രൂപ സിർഫ് കേവലം 20 रुपये നഹീം, ഒരു 20 രൂപ മാത്രമായിരുന്നില്ല, ബൽക്കി പിന്നെയോ ഏക് അമൂല്യ റാഹത്ത് ദി, ഒരു അമൂല്യമായ ആശ്വാസമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആശ്വാസം അയാൾക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസ്പതാൽ കെ ഭീതർ ഔർ ബാഹർ അപ്പിനി അപ്പിനി അലഗ് ദുനിയാ ഹെ, ഹോസ്പിറ്റലിൻ്റെ അകത്തും പുറത്തും വ്യത്യസ്തമായ ലോകമാണ്. ऐसा क्यों कहा गया है, എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? अस्पताल में आने जाने वाले अधिकांश लोग, ഹോസ്പിറ്റലിൽ വരികയും പോവുകയും ചെയ്യുന്ന ഭൂരിഭാഗം ജനങ്ങളും കിസി രോഗസെ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പീഡിതരായിരിക്കും അല്ലെങ്കിൽ ദുഃഖിതരായിരിക്കും. ഉൻകെ സാത്ത്, അവരുടെ കൂടെ ആനെ വാലെ ഭി, വരുന്നവർ പോലും അപ്പിനെ സഗേ സംബന്ധിയോ കെ ഖ്യാൽ രഖ്നേമേം വ്യസ്ത് രഹേംഗെ, തൻ്റെ കൂടെ വന്നിട്ടുള്ള സഗേ സംബന്ധിയോ കൂടത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള ഖ്യാൽ രഖ്നേമേം, ചിന്തയിൽ വ്യസ്ത് രഹേംഗെ, അവരും അങ്ങ് മുഴുകും. ഇവരുടെ അസുഖത്തിൽ ഈ കൂടെ വന്നവരും അതിലങ്ങ് മുഴുകിയിട്ടുണ്ടാകും. ലേക്കിൻ എന്നാൽ അസ്പതാൽ കി ബാഹർ കി ദുനിയ, ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ലോകമെന്ന് പറയുന്നത് ഇൻ പരേശാനിയോ സെ ദൂർ ഹെ, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ദൂരത്തിലാണ്. രണ്ട് വ്യത്യസ്തമാണ്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ദുഃഖവും സങ്കടവും അസുഖവും ഒക്കെ, പുറത്തെ ലോകമെന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ദൂരത്തിലാണ് എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഔർ കുച്ച് നഹീം ബച്ചാ സക്താ, ഇസ് പർ അപ്നാ മത് പ്രകട് കരെ, ഈ ഭൂമിയെ സ്നേഹത്തോടെ അല്ലാതെ മറ്റൊന്നുകൊണ്ടും രക്ഷിക്കാൻ കഴിയുകയില്ല. ഈ ഒരു ഉക്തിയിൽ അപ്പിനാ മത്ത് പ്രകട് കരെ, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്നുള്ളതാണ് അല്ലേ. പ്രേമസെ, സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹം എന്ന ഒന്നുകൊണ്ട് ഇൻസാനിയത്ത്, മനുഷ്യത്വവും, ആപ്പസി വിശ്വാസ്, പരസ്പര വിശ്വാസവും, സഹജീവോं के प्रति സമാനുഭൂതി, സഹജീവികളോടുള്ള സഹാനുഭൂതിയും, ഔർ ദൂസരോं को വിഷമ പരിസ്ഥിതിയോ സെ ബച്ചാനെ കാ ഭാവ്, മറ്റുള്ളവരെ വിഷമ ചുറ്റുപാടിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മനോഭാവവും ആദി ബഡ് ജാത്തെ ഹെ, ഇവയൊക്കെ നമുക്ക് സ്നേഹം കൊണ്ട് ലഭ്യമാകുന്നു. അഗർ ഒരു പക്ഷേ പ്രേം നഹി ഹേത്തോ, നമുക്ക് സ്നേഹമില്ല എങ്കിൽ, നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ സ്നേഹമില്ല എങ്കിൽ, ഏ അച്ഛായിയോ നഷ്ട ഹോ ജായെങ്കിൽ, ഈ നന്മകളെല്ലാം നശിച്ചു പോകുന്നു അല്ലേ. മനുഷ്യത്വം ഉണ്ടാവില്ല, ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഇസലിയെ, അതുകൊണ്ട് ഇസ് ധർത്തിക്കോ, ഈ ഭൂമിയെ, പ്രേം കെ സിവ ഔർ കുച്ച് നഹീം ബച്ചാ സക്താ, സ്നേഹമല്ലാതെ മറ്റൊന്നുകൊണ്ടും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന്. അടുത്ത ആക്ടിവിറ്റി.
സഹി മിലാൻ കരയും. എന്താണ് സഹി മിലാൻ കരെ? മാച്ച് ദി ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ആദ്യത്തെ സെന്റൻസ് എന്താണ്? ഖത്താർ മീൻ ഖഡേ വ്യക്തിക്കോ, വരിയിൽ നിൽക്കുന്ന വ്യക്തിക്ക്. അവിടെ ഏതാണ് അതിന് ചേരുന്നത്? സൈഡിലെ സെക്കൻഡ് ഓപ്ഷൻ 20 റുപ്പയെ ചാഹിയേ ഥേ, 20 രൂപ വേണമായിരുന്നു. അടുത്തത് ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ, ഫോട്ടോ കോപ്പി എടുക്കുന്നതിനുള്ള പൈസ. ഫസ്റ്റ് ഓപ്ഷൻ ബഹൻ കെ പാസ് നഹീ ഥാ, സഹോദരിയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തത് ചായ് കെ ദുക്കാൻ വാലേനെ, ചായക്കടക്കാരൻ. ലാസ്റ്റത്തെ ഓപ്ഷനാണ് ചേരുന്നത് മുജ്സെ പൈസ ന മാംഗാ ഥാ, എന്നോട് പൈസ ആവശ്യപ്പെട്ടിരുന്നില്ല. ആസ്പത്താൽ കെ ഭീതർ ഔർ ബാഹർ കി, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറത്തും. മൂന്നാമത്തെ ഓപ്ഷൻ ദുനിയ അലഗ് ദി, ലോകം വ്യത്യസ്തമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറി കെ ആധാർ പർ പൂർത്തി കരേം ഓർ വാക്യ ലിഖിം. ഈ ഡയറി അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കാനാണ്, എന്നിട്ട് അത് വാക്യമാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രേം സെ എന്നതിനെ അതുപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും വേർഡ്സ് കൊടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രേം സെ, സ്നേഹത്താൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? അവിശ്വാസ് ഖത്മ ഹോത്താ ഹെ, അവിശ്വാസം ഇല്ലാണ്ടാകുന്നു. അതുപോലെ പ്രേം സെ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്താൽ മനുഷ്യത്വം ഉണ്ടാകുന്നു. ഇങ്ങനെ എന്തെല്ലാം നഷ്ടമാകുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എന്തെല്ലാം സ്നേഹം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളോട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖത്മ ഹോത്താ ഹെ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? അലച്ചു കൊടുക്കാം, ഹിംസ കൊടുക്കാം അല്ലേ? പ്രേം സെ ഹിംസ ഖത്മ ഹോത്തി ഹെ, പ്രേം സെ ലാലച്ച് ഖത്മ ഹോത്താ ഹെ എന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ അങ്കുരിത് എന്നുള്ളിടത്തേക്കോ ഇൻസാനിയത്ത് ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ നമുക്ക് ദയ കൊടുക്കാം, സമാനുഭൂതി കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ സെൻറ്റൻസുകൾ നോക്കാം. പ്രേം സെ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്താൽ മനുഷ്യത്വം ഉണ്ടാകുന്നു. പ്രേം സെ അവിശ്വാസ് ഖത്മ ഹോത്താ ഹെ, സ്നേഹത്താൽ വിശ്വാസമില്ലായ്മ ഇല്ലാണ്ടാകുന്നു. പ്രേം സെ ദയ അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്താൽ ദയ ഉണ്ടാകുന്നു. പ്രേം സെ ഹിംസ ഖത്മ ഹോത്തി ഹെ, സ്നേഹത്താൽ ഹിംസ ഇല്ലാണ്ടാകുന്നു. പ്രേം സെ സമാനുഭൂതി അങ്കുരിത് ഹോത്തി ഹെ, സ്നേഹത്താൽ എല്ലാവരോടും ഒരുപോലെയുള്ള സമാനുഭൂതി ഉണ്ടാകുന്നു. പ്രേം സെ ലാലച്ച് ഖത്മ ഹോത്താ ഹെ, സ്നേഹത്താൽ അത്യാഗ്രഹം ഇല്ലാണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഡയറി में इंसानियत का प्रभाव स्पष्ट करने वाले प्रसंग कौन कौन से है ढूंढ कर लिखिए. ഈ ഡയറിയിൽ മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം സ്പഷ്ടീകരിക്കുന്ന ഏതെല്ലാം സന്ദർഭങ്ങളുണ്ട് അത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പെഹലെ പ്രസംഗ് में, ആദ്യത്തെ സന്ദർഭത്തിലെ ലേഖികാനെ, ലേഖിക 20 റുപ്പയ എന്ന ഹോനെ കി വജഹ് സെ, 20 രൂപ ഇല്ലാത്തത് കാരണം അസ്പതാൽ കി ഖത്താർ में, ഹോസ്പിറ്റലിലെ വരിയിൽ അസഹായ് ഖഡേ രഹേ ആദ്മി കി മദദ് കി, അസഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ സഹായിച്ചു. അതാണ് ഒന്നാമത്തെ സന്ദർഭം. ദൂസരെ പ്രസംഗമേ, രണ്ടാമത്തെ സന്ദർഭത്തിലെ ലേഖികാക്കി ബഹിൻകോ, ലേഖികയുടെ സഹോദരിക്ക് അപ്പനി നന്നി ബച്ചിക്കോ ഗൗതമേ ലിയെ, തൻ്റെ ചെറിയ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് ഫോട്ടോ കോപ്പി ലേനേക്കോ ദുക്കാൻ ജാനാപ്പട, ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി കടയിലേക്ക് പോകേണ്ടതായി വന്നു. ലേക്കിൻ എന്നാൽ പൈസ ചൗദേ തല്ലേമേ ചൂട്ട് ഗയേ, പൈസ 4-ാം നിലയിൽ വെച്ച് മറന്നു പോന്നിട്ടുണ്ടായിരുന്നു. ദുക്കാൻദാർ പൈസയ്ക്ക് ബിന, കടക്കാരൻ പൈസ ഇല്ലാതെ ഫോട്ടോ കോപ്പി ലേനേക്കോ തയ്യാർ നഹീദ, ഫോട്ടോ കോപ്പി എടുക്കാൻ തയ്യാറല്ലായിരുന്നു. തബ് അപ്പോൾ പാസ് ഖഡേ ഏക്ക് ലഡ്കേനെ, അടുത്ത് നിന്നിരുന്ന ഒരു ആൺകുട്ടി ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസ ജമാ കർ ദിയെ, ആ സഹോദരിയുടെ ഫോട്ടോ കോപ്പിയുടെ പണവും ആ ലഡ്ക കൊടുത്തു. അതാണ് രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്. തീസരെ പ്രസംഗമേ, മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് അസ്പതാൽ കാ ചായ്വാല, ആ ഹോസ്പിറ്റലിലെ ചായക്കടക്കാരൻ ലേഖികാസെ, ലേഖികയോട് സ്നേഹിൽ ബാത്ചീത് കർത്താ ഹെ, സ്നേഹത്തോടെ സംസാരിച്ചു. ചോട്ടെ കപ്പ് മേ ചായ മാങ്കിനെ പർ ഭി, ചെറിയ കപ്പിൽ ചായ ആവശ്യപ്പെട്ടിട്ട് പോലും വഹ്, അയാൾ ഉസേ ബഡേ കപ്പ് മേ ചായ ദേത്താ ഹെ, വലിയൊരു കപ്പ് ചായ തന്നെ കൊടുക്കുന്നു. ബഹൂത്ത് ജിദ് കർണേക്ക് ബാദ് ഭി, ഒരുപാട് ആവശ്യപ്പെട്ടതിന് ശേഷം പോലും ചായവാല, ചായക്കടക്കാരൻ ചായ കാ പൈസ സ്വീകാർ കർണേക്കോ തയ്യാർ നഹി ഹുവ, ചായയുടെ പൈസ വാങ്ങാൻ തയ്യാറായില്ല. ഡയറി ഇമേം വർണ്ണിത്, ഈ ഡയറിയിൽ വർണ്ണിച്ചിട്ടുള്ള ഇൻ തീനോം പ്രസംഗോമേം, ഈ 3 സന്ദർഭങ്ങളിലും ഇൻസാനിയത്ത് കാ പ്രഭാവം, മനുഷ്യത്വത്തിൻ്റെ ഒരു സ്വാധീനം ഹം സ്പഷ്ട രൂപമേ ദേഖ് സക്തേ ഹെ, നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ 3 സന്ദർഭങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 3ഉം ഇൻസാനിയത്തിൻ്റെ ഒരു സ്വാധീനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹമേ ദൂസറോ സെ സ്നേഹിൽ വ്യവഹാർ കർണാ ഹെ, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഇസ് വിഷയ പർ, ഈ വിഷയത്തെക്കുറിച്ച് എക്ക് ലഘു ലേഖ ലിഖ്യം, ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക, ഒരു ലഘുലേഖനം തയ്യാറാക്കുക. ലഘുലേഖനം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും
ഒരു ഹെഡിങ് നിർബന്ധമായും കൊടുത്തിട്ടുണ്ടാകണം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. സ്നേഹിൽ വ്യവഹാർ, കണ്ടോ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. സ്നേഹ് കിസി വ്യക്തിയ ജീവിക്കെ പ്രതി പസന്ത് കി ഭാവന ഹെ. ഒരു വ്യക്തിയോടോ ജീവിയോടോ ഉള്ള ഇഷ്ടമാണ് സ്നേഹം എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. വഹ് മൈത്രി യാ സദ്ഭാവന കെ ഭി പരേ കി ഭാവന ഹെ. അത് സൗഹൃദത്തിനോ സദ്ഭാവനയ്ക്കോ അപ്പുറമാണ്. വ്യക്തിക്ക് മൻമേം കിസി കെ പ്രതി സ്നേഹ് ഹേത്തോ, വ്യക്തിയുടെ മനസ്സിൽ ആരോടെങ്കിലുമുള്ള ഒരു സ്നേഹമുണ്ട് എങ്കിൽ ഉസ്സെ മാത്ര സത് വ്യവഹാർ കരേഗ, അവനോട് മാത്രമേ നന്നായി പെരുമാറുകയുള്ളൂ. വിഷമ പരിസ്ഥിതിയോമേം പടേ വ്യക്തി സെ സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ ഹി ഇൻസാനിയത്ത് ഹെ. പ്രതികൂല ചുറ്റുപാടിൽ പോലും മറ്റുള്ള ആളുകളോട് സ്നേഹപൂർണ്ണമുള്ള പെരുമാറ്റമാണ് ശരിക്കും മനുഷ്യത്വമെന്ന് പറയുന്നത്. സാമാജിക പ്രാണി ഹോനെ കെ നാത്തെ മനുഷ്യക്കോ അപ്പിനെ സഹജീവോ സെ ഹമേശ സ്നേഹിൽ വ്യവഹാർ കർണ ഹെ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ തൻ്റെ സഹജീവികളോട് എല്ലായ്പ്പോഴും സ്നേഹത്തിൽ പെരുമാറാൻ കഴിയണം. സ്നേഹിൽ വ്യവഹാർ സെ, സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്താൽ ഹം, നമ്മളിൽ നിന്നും ലാലച്ച്, അത്യാഗ്രഹവും അവിശ്വാസ്, അവിശ്വാസവും ഔർ ഹിംസ, അതുപോലെ തന്നെ ഹിംസയെയും മിട്ടാ സക്തേ ഹെ, ഇല്ലാണ്ടാക്കാൻ കഴിയുന്നു. ഇസ്സെ ദയ, സമാനുഭൂതി, വിശ്വാസ് ആദി അങ്കുരിത് ഹോത്തെ ഹെ. ഈ സ്നേഹത്താൽ ദയയും സമാനുഭൂതിയും വിശ്വാസവും ഉണ്ടാകുന്നു. പ്രേം കി വജഹ് സേ ഹി യഹ് ധർത്തി ബച്ചി ഹുയി ഹെ. സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമി രക്ഷപ്പെടുന്നത്. വഹ് സബ്സെ താക്കത്വർ മൂല്യ ഹെ. സ്നേഹമാണ് ഏറ്റവും ശക്തമായ മൂല്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാക്യോം പർ ധ്യാൻ ദേം, ചർച്ചാ കരയും അവർ രേഖാങ്കിത ശബ്ദ കി വിശേഷത പഹചാനൻ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളുടെ സവിശേഷത തിരിച്ചറിയുക. ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലഗ, ലഗി, ലഗേ, ലഗി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാമർ പോർഷനിൽ വരുന്നതാണ്. പരീക്ഷയിൽ എന്തായാലും ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കിത് ഒരു വാക്ക് തന്നിട്ട് അത് മാറ്റി എഴുതാനുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഏത് രീതിയിൽ വന്നാലും, അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ ശരിയായ വാക്യം ഏതെന്നൊക്കെ പറഞ്ഞിട്ട് തരും. അങ്ങനെ വരുമ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം 10ാം ക്ലാസ്സിൻ്റെ ഗ്രാമർ പോർഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാകും. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ ഈ ഒരു ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആത്മി ഫോൺ ലഗാനേ ലഗ. ഈ ശരിക്കും ലഗ എന്ന വാക്കിൻ്റെ അർത്ഥം, ലഗ എന്ന് പറഞ്ഞാലും ലഗി എന്ന് പറഞ്ഞാലും ലഗേ, ലഗീം, ഇവ നാലും അർത്ഥം സെയിമാണ്. തുടങ്ങി എന്നാണ്. നമ്മളെ ഹെൽപ്പിംഗ് വെർബാണ്, ഒരു ക്രിയയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന വെർബാണ്. ഇവിടെ നോക്കിക്കേ, ആത്മി ഫോൺ ലഗാനേ ലഗ. ആത്മി ഫോൺ ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഫോൺ ലഗാനേ എന്നതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലഗ അവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കനുസരിച്ചാണ് ലഗ, ലഗി, ലഗേ, ലഗീമിൽ മാറ്റങ്ങൾ വരിക. ലഗ എന്ന് വരണമെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ പുല്ലിംഗ ശബ്ദം ഏകവചനമായിരിക്കണം, എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിരിക്കണം. അത് ഒരു മേൽ ശബ്ദമായിരിക്കണം. ആത്മി, ആത്മി എന്ന് പറയുന്നത് ഇവിടെ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത് ലഗ എന്നാണ്. ഒരു 2-3 പോയിന്റുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്, അത് പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരു സ്ത്രീ ശബ്ദമാണ് എങ്കിൽ സെൻറ്റൻസ് അവസാനിക്കുന്നത് ലഗി എന്നായിരിക്കണം. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി എന്ന് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ബഹുവചന പദം പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനം ലഗേ എന്നായിരിക്കും ഉണ്ടാവുക. ലോഗ്, ലോഗ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, ജനങ്ങൾ എന്നാണ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനം ലഗേ എന്ന് വന്നിട്ടുണ്ട്. ലോഗ് ചില്ലാനേ ലഗേ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ലഡ്കിയാം ഖേൽനെ ലഗീം എന്ന് കൊടുത്തു. എന്തുകൊണ്ട് ലഗീം വന്നു? ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഒന്നിൽ കൂടുതൽ വന്നു. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ആരാണ്? ലഡ്കിയാം, പെൺകുട്ടികൾ എന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ത്രീ ശബ്ദങ്ങളെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ലഗീം എന്നും ചേർക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏകവചന പുല്ലിംഗ ഏകവചനങ്ങളോടൊപ്പം ലഗ, സ്ത്രീലിംഗ ഏകവചൻ ലഗി,
ബഹുവചന പദങ്ങൾ വരുമ്പോൾ ലഗേ, ബഹുവചന സ്ത്രീ ശബ്ദങ്ങൾ വരുമ്പോൾ ലഗീം. അതാദ്യം പഠിച്ചു വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം, ഈ ലഗ, ലഗി, ലഗേ വരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വെർബ് ഉണ്ടാകും. ആ വെർബ് എപ്പോഴും അവസാനിക്കുക എങ്ങനെയായിരിക്കും? നേ 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 എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക. ഇപ്പോൾ ഫോൺ ലഗാന എന്നുള്ള വാക്ക് എന്തായി മാറിയിട്ടുണ്ട് അവിടെ? ഫോൺ ലഗാനേ എന്ന് വന്നിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജാന എന്ന് വരേണ്ട വെർബ് ജാനേന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേതിൽ. അടുത്തത് ചില്ലാന എന്ന വാക്ക് ചില്ലാനേന്നായിട്ടുണ്ട് മൂന്നാമത്തതിൽ. നാലാമത്തതിൽ ഗെൽന എന്ന വാക്ക് ഗെൽനേന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കനുസരിച്ച് ലഗാ, ലഗേ, ലഗി മാറ്റം വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന വെർബിൽ എപ്പോഴും നേ എന്നായിരിക്കണം അവസാനിക്കേണ്ടത്. എന്നാൽ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിക്കണം, ഒരിക്കലും പ്രവൃത്തി ചെയ്യുന്ന ആളുടെ അടുത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത്, നാമത്തിൻ്റെ തൊട്ടടുത്ത് നേ ഉണ്ടാവൂല. ആത്മീനെ ഫോൺ ലഗാനെ ലഗാന്ന് പറയൂല. ബഹന്നെ, ലോഗിനെ, ലഡ്കിയാംനേന്ന് ഈ ഒരു സഹായക വെർബ് വരുന്നിടത്ത് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇത് മാത്രമുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് കാണണം. 10ാം ക്ലാസ്സുകാരുടെ ഗ്രാമർ ക്വസ്റ്റ്യൻസിലാണ് നമ്മളത് ഉൾപ്പെടുത്തുന്നത്. അവരുടെ മൊത്തത്തിലുള്ളവർക്ക് എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പാഠഭാഗത്തിൻ്റെയും പിറകിലായിട്ട് നിങ്ങൾക്ക് വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹിന്ദി മീനിങ് കൊടുത്തിട്ടുണ്ടല്ലേ. നോക്കിക്കേ, കെ സിവ, കെ അലാവ, കഥാറുമേം, പങ്ക്തിമേ. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം. കാരണം ഇത് സമാനാർത്ഥി ശബ്ദത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. താങ്ക് യു.